ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ബിസിനസ് മേഖല തുറക്കപ്പെടുന്നു. നിങ്ങൾ ഒരു വ്യാപാരം ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ, അതോ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നുവോ? ഒരു ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ, അല്ല എങ്കിൽ ഇപ്പോൾ തന്നെ ബിസിനസ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുവോ? അങ്ങനെയുള്ളവർക്ക് പ്രയോജനമായി തീരുന്ന ചില ചിന്തകൾ ദൈവവചനത്തിൽ നിന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ബിസിനസ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആരംഭിച്ചതാണോ? യേശുക്രിസ്തു നൽകുന്ന അവിടുത്തെ ദിവ്യമാകുന്ന നിയോഗങ്ങൾക്കനുസരിച്ചാണോ നിങ്ങൾ നിങ്ങളുടെ വ്യാപാരത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള സന്ദേശമാകുന്നു. ബിസിനസ്സിലേക്ക് ഒരാൾ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, എൻ്റെ അറിവിൽ എനിക്ക് ലഭ്യമായ ഒരു ബോധ്യം, അങ്ങനെയുള്ളവർക്ക് ജന്മനാ തന്നെ അതിൽ ഒരു വാസനയുണ്ട്. എല്ലാവർക്കും ബിസിനസ്സിലേക്ക് പ്രവേശിക്കുവാൻ കഴിയത്തില്ല. മറ്റൊരാൾ ബിസിനസ്സിൽ വളരെ വിജയിയായി തീരുന്നു എന്നതുകൊണ്ട് ഞാനും ഒരു ബിസിനസ് തുടങ്ങിയേക്കാം എന്ന് നിങ്ങൾ നിരൂപിക്കുകയാണെങ്കിൽ വിജയിയാകണമെന്നില്ല. നിങ്ങൾ ചിലപ്പോൾ അവിടെ സംഘർഷങ്ങളെ നേരിടുവാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിലായിരിക്കുന്ന മിക്കവരിലും കാണുന്നൊരു കാര്യം, അവർക്ക് ജന്മനാ തന്നെ അതിൽ ഒരു വാസന ലഭിച്ചിട്ടുണ്ട്, ഒരു ടാലൻറ്റ് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രാവീണ്യം അവർക്ക് ബൈ ബർത്ത് തന്നെ ലഭിച്ചിട്ടുണ്ട്. അതാണ് പ്രത്യേകിച്ച് തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അനേകർ ചിലപ്പോൾ അത് തിരിച്ചറിഞ്ഞെന്ന് വരത്തില്ല. ഏതെങ്കിലും ഒരു സംഘർഷമുണ്ടാകുമ്പോഴായിരിക്കും അത് തിരിച്ചറിയുകയും ആ മേഖലയിലേക്ക് അവർ കാൽച്ചൂടുകൾ വയ്ക്കുകയും ചെയ്യുന്നത്. ജന്മനാ തന്നെ ഒരു വാസനയുള്ളവർ അവർ ബിസിനസ് മേഖലയിൽ വിജയികളായി തീരുവാൻ പോകുന്നു. ചില ദൈവവചന ഭാഗങ്ങളിൽ നിന്ന് ചില ആശയങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ മേഖല ഒരു വിശാലമാകുന്ന മേഖലയാണ്. ഒരുപാട് കാര്യങ്ങൾ ആ മേഖലയിൽ പരിചയിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ആ മേഖലയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവർ അവിടെ ഒരുപാട് പരിശീലനങ്ങൾക്ക് വിധേയമാകേണ്ടത് ആവശ്യമാണ്. എന്നാൽ ബൈബിൾ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ഗോൾഡൻ റൂൾ, ഒരു ബിസിനസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഓർക്കുക, അതിൻ്റെ പ്രൊപ്പറേറ്ററുണ്ട്, അത് തുടങ്ങുന്ന ആളുണ്ട്, അതിൻ്റെ സ്ഥാപകനുണ്ട്, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന, അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു സംഘം ആളുകളുണ്ട്. അപ്പോൾ അവിടെ ഒരു ടീം വർക്കാണ് ആരംഭിക്കുന്നത്. തനിയെ ഒരാൾക്കൊരു ബിസിനസ് തുടങ്ങുവാൻ കഴിയും ചെറിയ തോതിൽ. എന്നാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് സഹായം ആവശ്യമാണ്. മറ്റുള്ളവർ നമ്മോടൊന്നിച്ച് ജോലി ചെയ്തെങ്കിൽ മാത്രമേ അതിൽ വിജയിയായി തീരുവാൻ കഴിയത്തുള്ളൂ. അവിടെ ഒരു ടീം വർക്ക് ആവശ്യമാണ്. ഈ ടീം ലക്ഷ്യമാക്കുന്നത് കസ്റ്റമേഴ്സിനെയാകുന്നു. അവിടെ ഒരു ബന്ധം വരുന്നത് ശ്രദ്ധിക്കുക. ഒരു സ്ഥാപനവും ആ സ്ഥാപനത്തിൽ നിന്ന് പ്രോഡക്റ്റുകൾ വാങ്ങുവാൻ തയ്യാറാകുന്ന ഒരു സംഘം കസ്റ്റമേഴ്സ്, അവിടെ റിലേഷൻഷിപ്പ് വരികയാണ്. ഈ റിലേഷൻഷിപ്പ് വരുമ്പോൾ ഇതിൻ്റെ പ്രൊപ്പറേറ്റർ, ഇത് നടത്തുവാൻ തുടങ്ങുന്ന ഇതിൻ്റെ സ്ഥാപകൻ, ഇതിൻ്റെ ചുമതലയിലായിരിക്കുന്ന, നേതൃത്വത്തിലായിരിക്കുന്ന വ്യക്തിക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമേന്മയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം. ഇതൊരു ഗോൾഡൻ റൂളാണ്. എല്ലാ ബിസിനസ്സുകാർക്കുമുള്ള ഒരു ഗോൾഡൻ റൂളാണ്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവീൻ. എന്താണ് നിങ്ങൾ കസ്റ്റമേഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? കസ്റ്റമേഴ്സ് നിങ്ങളുടെ അരികിൽ വരണം, കസ്റ്റമേഴ്സ് നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങണം, കസ്റ്റമേഴ്സ് നിങ്ങളോട് സ്നേഹത്തോട് ഇടപെടണം, കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ലാഭകരമാകുന്ന നിലയിൽ വില നൽകിത്തരണം. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതേപോലെ തന്നെ കസ്റ്റമേഴ്സിനെ കരുതുന്നവരായി തീരണം. കസ്റ്റമേഴ്സിന് ഞാൻ മൂലം അനുഗ്രഹമുണ്ടാകണം, കസ്റ്റമേഴ്സിന് എൻ്റെ പ്രോഡക്റ്റ് ദീർഘകാലം പ്രയോജനപ്പെടണം,
ഞാൻ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് മൂലമായി കസ്റ്റമേഴ്സിന് ലാഭകരമായ നിലയിൽ ഈ പ്രോഡക്റ്റ് ലഭിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ കസ്റ്റമേഴ്സിനെ കുറിച്ച് നല്ല ചിന്തകൾ ഉണ്ടാകണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ അരികിൽ വരുന്ന കസ്റ്റമേഴ്സിനെ കേന്ദ്രീകരിച്ച് നിങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങണം. അവരുടെ നന്മ കേന്ദ്രീകരിച്ച് നിങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങണം. അങ്ങനെ ചിന്തിക്കുവാൻ തുടങ്ങുമ്പോൾ അവർക്ക് പ്രയോജനം, കസ്റ്റമേഴ്സിന് നന്മ വരുവാൻ തക്കവണ്ണം, അവർക്ക് പ്രയോജനം വരുവാൻ തക്കവണ്ണം, അവർക്ക് അവരുടെ സമയത്തിന് അവരുടെ പ്രോഡക്റ്റ് ലഭിക്കണം, നല്ലതായി ലഭിക്കണം. ആ നിലയിൽ നിങ്ങൾ പ്രവർത്തിക്കുവാൻ തുടങ്ങും. ഈ കസ്റ്റമേഴ്സിനെ വളരെ ചീപ്പായിട്ട് കാണുകയും ഡിസോണർ ചെയ്യുകയും ചെയ്യുന്നവർ ഒരിക്കലും ബിസിനസ്സിൽ വിജയികളായി തീരുകയില്ല. ഞാൻ ഒരിക്കലൊരു കാർ പെയിൻറ് ചെയ്യുന്ന ഒരു ഷോപ്പിലായിരുന്നു. ഇവിടെയല്ല, ഞാൻ കാൺപൂരിലായിരുന്നപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുന്നമെയാണ്. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥനും അവിടെ പ്രവർത്തിക്കുന്ന അതിൻ്റെ സൂപ്പർവൈസറും ഉണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്ന അടുത്ത് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവർ കാണുന്നു, ഒരാൾ കയറി വരുന്നു. അപ്പോൾ ഈ സൂപ്പർവൈസർ പറയുന്നു, സാറേ അയാൾ വരുന്നുണ്ട്, ആ സിംഹം വരുന്നുണ്ട്. ഈ കസ്റ്റമർ ഇവിടെ ഒരു കാർ കൊടുത്തിരുന്നു, പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. എന്നാൽ ഇവരത് പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോൾ കസ്റ്റമറെ കാണുമ്പോൾ ഈ പ്രൊപ്പറേറ്ററും ഇതിൻ്റെ ചുമതലയിലുള്ള വ്യക്തിയും അവിടെ സൂപ്പർവൈസ് ചെയ്യുന്ന ജോലിക്കാരും തമ്മിൽ എന്താ പറയുന്നത്? കസ്റ്റമറെ കാണുമ്പോൾ സിംഹം വരുന്നുണ്ട്, അവൻ ശരിയല്ല, അവൻ്റെ കാറിൻ്റെ പെയിൻറ്റ് നമ്മൾ ഇതുവരെ അടിച്ചു തീർത്തിട്ടില്ല. അപ്പോൾ വളരെ നിഷേധാർത്ഥകമാകുന്ന നിലയിലാണ്, നെഗറ്റീവായിട്ടാണ് ആ കസ്റ്റമറെ ആ ഉടമസ്ഥൻ കാണുന്നത്. ആ ബിസിനസ്സുകാർ, ആ ബിസിനസ് ചെയ്യുന്നവർ കസ്റ്റമറെ ആദരവോടെ കാണുന്നില്ല, ബഹുമാനത്തോടുകൂടെ കാണുന്നില്ല, ആ കസ്റ്റമർക്ക് മുൻഗണന കൊടുക്കുന്നില്ല. വളരെ ദുഃഖകരമാകുന്ന കാര്യം കൊണ്ട് ഞാൻ ചേർത്ത് വെച്ച് പറയുകയാണ്, ഈ സമീപനമുള്ള ഈ ബിസിനസ് നടത്തിയ വ്യക്തിയുടെ ബിസിനസ് നിന്നുപോയി. പിന്നീട് ആ കാർ പെയിൻറ്റ് ചെയ്ത ആ ബിസിനസ് അവർക്ക് തുടരുവാൻ കഴിഞ്ഞില്ല. എനിക്ക് അതിനെക്കുറിച്ച് പിന്നീട് അറിയുവാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ മുൻപിൽ വെച്ചാണ് ഇവർ തമ്മിൽ സംസാരിക്കുന്നത്. കസ്റ്റമറെ ബഹുമാനിക്കാതെ, ആദരിക്കാതെ, കസ്റ്റമറിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുന്ന ഒരു ബിസിനസ്സും വിജയത്തിൽ എത്തിച്ചേരുകയില്ല. നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ പുഞ്ചിരിയോടുകൂടി ഞങ്ങളെ സ്വീകരിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത് അവിടെ വരുവാൻ കഴിയത്തില്ല. ചില ഇടങ്ങളിൽ ചെല്ലുമ്പോൾ, അവിടെ അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന ആൾ നമ്മളെ സ്വീകരിക്കുന്നു, നമ്മളെ സ്നേഹത്തോടുകൂടെ. ആ സ്നേഹമൊക്കെ അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമാണ്. അതിനെ നമുക്ക് ബിസിനസ് ടാക്ടിക്സ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. പക്ഷേ അവിടെ ഒരു ആത്മാർത്ഥതയുണ്ടാകണം. ശരിയായിട്ടും ആ കസ്റ്റമറിനെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കസ്റ്റമർക്കും അത് ഫീൽ ചെയ്യും. നിങ്ങൾ കസ്റ്റമറെക്കുറിച്ച് ചിന്തിക്കുന്ന ചിന്തകൾ കസ്റ്റമർക്ക് ഫീൽ ചെയ്യും. നമുക്ക് അന്യോന്യം അറിയാമല്ലോ. നമ്മളിപ്പോൾ ഒരാളുടെ അടുത്തിരിക്കുമ്പോൾ ആ വ്യക്തി എന്നെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നതെന്ന് ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ചിന്തയിൽ തന്നെ നമുക്ക് ബോധ്യമാകും, സമീപനത്തിൽ നിന്ന് ബോധ്യമാകും. ഉടമസ്ഥൻ, ഈ ബിസിനസ് നടത്തുന്ന വ്യക്തി കസ്റ്റമറോട് സ്നേഹത്തോട്, കസ്റ്റമറിന് നന്മയുണ്ടാകണമെന്നുള്ള നിലയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചിന്ത നിങ്ങളിലേക്ക് കസ്റ്റമേഴ്സിനെ അടുപ്പിക്കുന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഗോൾഡൻ റൂളാണ്. നടപ്പിലാക്കുവാൻ തയ്യാറാകുക. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവീൻ. 2, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടാകണം, ലാഭം ഉണ്ടാകണം. ലാഭം ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ ബിസിനസ്സില്ല. ലാഭം ഉണ്ടാകുവാൻ തക്കവണ്ണം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വിലയിടുമ്പോൾ ആ മാർജിൻ ഇട്ടാണ് നിങ്ങൾ വിലയിടേണ്ടത്. ലാഭം ഉണ്ടാകണം. എല്ലാവർക്കും അറിയാം. കസ്റ്റമേഴ്സ് നിങ്ങളുടെ അരികിൽ നിന്ന് സാധനം വാങ്ങുമ്പോഴും കസ്റ്റമേഴ്സിനും അറിയാം ഈ സാധനം തരുന്ന ഈ ബിസിനസ്സുകാരന് അതുമൂലം ലാഭം ഉണ്ടാകണമെന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കസ്റ്റമേഴ്സ് ആകുന്ന ഞങ്ങൾ നിങ്ങളുടെ അരികിൽ വരുന്നത്. എന്നാൽ അവിടെ ബൈബിൾ അടിസ്ഥാനത്തിലാകുന്നു നിങ്ങൾ ഈ വ്യാപാരം നടത്തുന്നത് എങ്കിൽ ഒരു തത്വം നിങ്ങൾക്കുണ്ടാകണം, ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾക്കുണ്ടാകണം. മർക്കോസിൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്തു പ്രയോജനം? നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഓർത്തുകൊള്ളുക, ആ പ്രോഫിറ്റ് ഒരു പർപ്പസുമായിട്ട് ബന്ധമുള്ളതായിരിക്കണം.
ലാഭമുണ്ടാക്കി പണമെല്ലാം സംഭരിച്ചു വെച്ചതിന് ശേഷം ഈ വാക്യം ശ്രദ്ധിച്ച്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്തു പ്രയോജനം? നിങ്ങളുടെ പ്രോഫിറ്റും പർപ്പസും തമ്മിൽ, പർപ്പസ് ഇല്ലാതെ കുറേ പണം ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ പർപ്പസ് ഓറിയൻറ്റഡ് ആയിട്ട്, പർപ്പസ് ഒരു ഉദ്ദേശം ലക്ഷ്യമാക്കി ലാഭമുണ്ടാക്കുന്നവരാകുന്നുവെങ്കിൽ എൻ്റെ ബിസിനസ്സിന് എക്സ്പാൻഷൻ ഉണ്ടാകണം. ഈ ബിസിനസ്സിൽ ലാഭമുണ്ടാകുന്നത് മൂലം എനിക്ക് ദരിദ്രരായ ചിലരെ സഹായിക്കണം. ഈ ബിസിനസ്സിൽ ലാഭമുണ്ടാകുന്നതിൻ്റെ ടൈറ്റ്സ് എനിക്ക് കൃത്യമായിട്ട് ചർച്ചിൽ കൊടുക്കണം. ദൈവദാസന്മാരെ എനിക്ക് ഹെൽപ്പ് ചെയ്യണം, അവരുടെ ശുശ്രൂഷയെ, അവരുടെ മിനിസ്ട്രിയെ എനിക്ക് ഹെൽപ്പ് ചെയ്യണം. ഈ ഒരു ഉദ്ദേശവുമായി നിങ്ങളുടെ ലാഭത്തിന് ബന്ധമുണ്ടോ? അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമറിൽ നിന്ന് ലാഭം എടുക്കുമ്പോൾ അവിടെ അതിലൊരു സത്യസന്ധതയുണ്ട്. കബളിപ്പിക്കലിലൂടെ ലാഭമുണ്ടാക്കുകയില്ല. ചിലർ കബളിപ്പിക്കും, കസ്റ്റമേഴ്സിനെ കബളിപ്പിച്ചതിന് ശേഷമായിട്ട് ചിലരിൽ നിന്ന് കൂടുതൽ ലാഭം ഉണ്ടാകത്തക്ക നിലയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അവിടെ ഒരു വഞ്ചനയില്ലേ, സത്യസന്ധതയില്ലാത്തൊരു കാര്യം അവിടെ വന്നില്ലേ, അത് നിലനിൽക്കില്ല. അത് നീണ്ടകാലം നിലനിൽക്കുന്ന കാര്യമല്ലത്. ലോങ് റണ്ണിൽ തകർച്ചയിലേക്ക് കൊണ്ടുപോകും. റോങ് പ്രോഫിറ്റ് ബിസിനസ്സിനെ നശിപ്പിക്കുന്നതാണ്. സത്യസന്ധമാകുന്ന നിലയിൽ അവിടെ പ്രോഫിറ്റ് ഉണ്ടാകണം, നല്ല പ്രോഫിറ്റ് ഉണ്ടാകണം. പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ പ്രോഫിറ്റും പർപ്പസും തമ്മിൽ ബന്ധമുണ്ടാകണം. നിങ്ങളുടെ ആവശ്യം ബിസിനസ്സിൻ്റെ എക്സ്പാൻഷൻ, ദരിദ്രരെ സഹായിക്കുക, ചർച്ചിന് ടൈറ്റ്സ് കൊടുക്കുക, ഈ ഒരു നല്ല ബന്ധമുണ്ടാകണം. അവിടെ ദൈവദാസന്മാർ, നിങ്ങൾ ദൈവമക്കളാകുന്നു നിങ്ങൾ ബിസിനസ്സിൽ പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ദൈവദാസന്മാരുണ്ടാകണം. ബിസിനസ്സിലേക്ക് പോകുമ്പോൾ ബിസിനസ്സിൻ്റെ ആദ്യഘട്ടങ്ങളിൽ വിജയമായി സമ്പത്ത് വരാൻ തുടങ്ങി, ലാഭം വരുവാൻ തുടങ്ങി. പിശാച് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് നിങ്ങൾക്ക് ചർച്ച് ആക്ടിവിറ്റീസിനോട്, പ്രാർത്ഥനയോട് താല്പര്യം കുറയും. ബിസിനസ്സിൽ തിരക്കായി, പ്രാർത്ഥിക്കാൻ സമയമില്ല, ബൈബിൾ വായിക്കാൻ സമയമില്ല. ബൈബിൾ വായിക്കുകയാണെങ്കിൽ പോലും ഒരു റിലീജിയസ് ആക്ടിവിറ്റി ആയിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങും. പിന്നീട് പ്രധാനപ്പെട്ടൊരു കാര്യം വരുന്നത്, ചർച്ച് ആക്ടിവിറ്റീസിനോട് പുച്ഛമുണ്ടാകും, ദൈവദാസന്മാരോട് പുച്ഛമുണ്ടാകും. പെട്ടെന്നൊരു ചിന്തയുണ്ടാകും, എൻ്റെ ഈ പൈസയുണ്ട്, ഈ പാസ്റ്റർമാരെല്ലാം എൻ്റെ അരികിൽ വരുന്നത് കാശ് വാങ്ങാൻ വേണ്ടിയാണ്. ഈ നിലയിൽ ഒരു സമീപനം ഉണ്ടാകുമ്പോൾ തന്നെ അപകടം സംഭവിക്കുവാൻ സമയമടുത്തിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണത്. പെട്ടെന്ന് താഴ്ത്തിക്കൊള്ളുക, ഹ്യൂമിലിറ്റിയിലേക്ക് വരിക, തന്നെത്താൻ താഴ്ത്തുക, പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക, മറ്റുള്ളവരെ ഓണർ ചെയ്യുവാൻ തയ്യാറാകുക, പ്രത്യേകിച്ച് ദൈവദാസന്മാരെ ഓണർ ചെയ്യുവാൻ തയ്യാറാകുക. നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന, നിങ്ങളിൽ നിന്ന് ഒരു നന്മ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അസാധാരണ ദൈവദാസനുണ്ടല്ലോ, വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആ ദൈവദാസനെ വരെ നിങ്ങൾ ഓണർ ചെയ്യുവാൻ തയ്യാറാകണം. ഞാൻ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ പിതാവ് പാസ്റ്ററായിരുന്നു, എൻ്റെ കുടുംബത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ പിതാവിൻ്റെ അരികിൽ പലരും വരുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ചെറിയ ചെറിയ നന്മകൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ദൈവദാസന്മാരായിട്ടുള്ള വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരാണ്, വലിയ ശുശ്രൂഷകളൊന്നുമില്ല, അവർക്കങ്ങനെ ആരും കൊടുക്കാനൊന്നും തയ്യാറാകത്തില്ല. ഈ ദൈവദാസന്മാർ വരുമ്പോൾ എൻ്റെ പിതാവ് തൻ്റെ 80-ാം വയസ്സിലും 90-ാം വയസ്സിലുമൊക്കെ ഇവരെ ഓണർ ചെയ്യുന്നു. അവർക്ക് വേണ്ടി കൊടുക്കുവാൻ വേണ്ടി ചെറിയ തുകകളാണ്, എന്നാൽ അത് മാറ്റി വച്ചിരിക്കും. അത് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തോട് കൊടുക്കും. ഇവർ വീണ്ടും അടുത്ത മാസം വരുമ്പോൾ ഒരു പരാതിയുമില്ല, പരിഭവമില്ല. വിജയത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കണം, ഒരൊറ്റ ദൈവദാസനെ പോലും നിങ്ങൾ നിസ്സാരമായി കാണുകയും പുച്ഛിക്കുകയും ചെയ്യരുത്. വളരെ സങ്കടകരമാകുന്ന ചില കാര്യങ്ങൾ പറയുന്നത് അത് ആർക്കെങ്കിലും പ്രയോജനമാകുവാൻ വേണ്ടിയാണ്. എനിക്ക് വളരെ ബഹുമാന്യനാകുന്ന ഒരു ദേവദാസൻ ഒരിക്കൽ, അദ്ദേഹത്തിന് സാമ്പത്തികത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അദ്ദേഹം ഗൾഫിലാണ്, ഗൾഫിലൊരു വലിയ സീനിയർ പോസ്റ്റിൽ താനെ ചില ദൗത്യങ്ങളിലുമായിരിക്കുന്നു, അതോടുകൂടെ തന്നെ ഒരു ചേർച്ചിൻ്റെ പാസ്റ്ററുമായിരിക്കുന്ന അദ്ദേഹം ഒരിക്കൽ നാട്ടിലായിരുന്നപ്പോൾ തൻ്റെ ബന്ധുവിനൊരു വലിയ ബിഗ് ബിസിനസ്സുണ്ട്. ഒരു വലിയ ബിസിനസ്സാണ് ഈ സാനിറ്ററി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു ബിഗ് ബിസിനസ്. ഒരു ടൗണിൽ ഉള്ള ഒരു ബന്ധു, അദ്ദേഹത്തിന് യേശുവുമായിട്ട് വലിയ വ്യക്തിപരമാകുന്ന ബന്ധമില്ല, ഒരു സാമുദായിക സഭയിലാണ് ആ ബന്ധു കൂടുന്നത്. അപ്പോൾ അദ്ദേഹത്തെ വിസിറ്റ് ചെയ്തു. ഈ ബിസിനസ്സുകാരനാകുന്ന ബന്ധുവിനെ എൻ്റെ സുഹൃത്ത് വിസിറ്റ് ചെയ്തിട്ട്
അദ്ദേഹത്തോട് സമയം കിട്ടിയപ്പോൾ, അവിടെ വീട്ടിൽ വെച്ച് സമയം കിട്ടിക്കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, സുവിശേഷം പറഞ്ഞു. യേശുവിനെ സ്വീകരിക്കേണ്ട ആവശ്യകതയും യേശുവുമായൊരു ബന്ധമുണ്ടാകേണ്ട ആവശ്യകതയും പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയപ്പോഴേക്കും ഈ ബിസിനസ്സുകാരൻ ചൂടായിട്ട് പറഞ്ഞു, എഴുന്നേക്കടാ, നീ നിൻ്റെ പെന്തക്കോസ് ഉപദേശവുമായിട്ട് വന്നിരിക്കുകയാണ്, ഇറങ്ങടാ. ബന്ധുവിനെ സുവിശേഷം പറഞ്ഞതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കി. ബിസിനസ്സുകാരനാകുന്ന ബന്ധു, പാസ്റ്ററാകുന്ന ബന്ധുവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അധികം നീണ്ടുപോയില്ല, ആ ബിസിനസ് തകർന്നുപോയി. തനിക്ക് ദേശം വിട്ട് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. തനിക്ക് ആ ബിസിനസ്സിൽ തുടരുവാൻ കഴിഞ്ഞില്ല. ഈ കാര്യം വളരെ വളരെ ശ്രദ്ധിക്കണം. ബിസിനസ്സിൽ നിങ്ങൾക്ക് സാമ്പത്തികം വർദ്ധിക്കുന്നു, നിങ്ങളുടെ ബിസിനസ് പ്രോഫിറ്റബിൾ ആയി തീരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ തന്നെത്താൻ താഴ്ത്തിക്കൂ. നിങ്ങളുടെ പ്രോഫിറ്റും പർപ്പസുമായി ബന്ധമുണ്ടായിരിക്കണം. താഴ്മ ധരിക്കുക, തന്നെത്താൻ താഴ്ത്തുക. നിങ്ങളായിരിക്കുന്നത് മുഖാന്തരം, നിങ്ങൾ ആ സ്ഥാനത്തായിരിക്കുന്നത് മുഖാന്തരം ഒത്തിരി പേര് അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു. നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എത്ര പേരുണ്ട്. ഇതിനെന്തെങ്കിലും തകർച്ച സംഭവിച്ചാൽ അവരുടെ എല്ലാം ജോലി പോകില്ലേ? നിങ്ങൾക്ക് ഹൃദയത്തിലൊരു നെകളം കയറിയാൽ മതി, പിശാച് മുതലെടുക്കും. ഇന്നത്തെ കാലത്ത് നമ്മുടെയൊക്കെ നാട്ടിൽ വിച്ച് ക്രാഫ്റ്റ് ഉണ്ടല്ലോ, ബിസിനസ്സുകൾക്കെതിരെ വിച്ച് ക്രാഫ്റ്റ് ഉണ്ട്. വിച്ച് ക്രാഫ്റ്റിനെ ജയിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് ബൈബിൾ അനുസരിക്കുക. ബൈബിൾ അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് താഴ്മ ധരിക്കുക. നിങ്ങൾക്ക് വിരോധമായി ഏതെങ്കിലും അത്തരത്തിലുള്ള ഫോഴ്സസ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ താഴ്മ ധരിക്കുക, വിശ്വസിക്കുക. നിങ്ങൾക്ക് വിരോധമായുള്ള ഒരായുധവും ഫലിക്കുകയില്ല എന്ന് വിശ്വസിക്കുക. ബൈബിൾ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുക. ഒന്നിനും നിങ്ങളുടെ ബിസിനസ്സിനെ തൊടുവാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഇരുട്ടിൻ്റെ ശക്തികളെ കീഴ്പ്പെടുത്തുവാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ. ഞാൻ മുന്നോട്ട് പോകട്ടെ. അതോടൊന്നിച്ച് തന്നെ വളർത്തിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഗുണമേന്മയാണ് നോ പറയേണ്ടിടത്ത് നോ പറയുവാൻ തയ്യാറാകുക, യേസ് പറയേണ്ടിടത്ത് യേസ് പറയുവാൻ തയ്യാറാകുക. ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുക്കണം. ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്തു തരാം, കൃത്യമായിട്ട് ആ ദിവസങ്ങൾ തീരുമാനിക്കുക. ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്തു കൊടുക്കാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ സാരമില്ല. എന്നാൽ ആ ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്തു കൊടുക്കുക. പറയുമ്പോൾ, ഞാൻ ഒരിക്കലും ഇടത്ത് ചെന്ന സന്ദർഭത്തിൽ ഞാൻ ചോദിച്ചു, എന്ന് ഈ സാധനം ലഭിക്കും? അപ്പോൾ ഉടൻ തന്നെ അവർ പറയണം, മാർച്ച് മാസത്തിൽ തരുമെന്ന്. മാർച്ച് മാസത്തിൽ ഞങ്ങൾക്കൊരു ലോട്ട് വരുന്നുണ്ട്, അപ്പോൾ ലഭിക്കുമെന്ന്. എനിക്കപ്പോഴേ അറിയാം അത് ആ പറഞ്ഞത് ഒരു ഭംഗി വാക്കാണ്. എൻ്റെ സ്പിരിറ്റിൽ എനിക്ക് പെട്ടെന്ന് അറിയാം അതൊരു ഭംഗി വാക്കാണ്. ഒരിക്കലും അവർക്ക് അത് തരാൻ കഴിയും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് പറഞ്ഞതല്ല. എൻ്റെ അവിടെയുള്ള ആ ബിസിനസ് അവർക്ക് നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി, എന്നിലൂടെ ലഭിക്കുന്ന ആ ബിസിനസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എന്നെ അപ്പോളൊന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് അവരത് പറയുന്നത് എന്നെനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അത്തരത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് മാസത്തിൽ തരാൻ കഴിയും. അപ്പോൾ അവിടെ ഒരു സാധ്യതയുടെ കുറവ് കൂടെ ഉണ്ട്, ഇങ്ങനെയൊരു സാഹചര്യമുണ്ട് എങ്കിലും ഞങ്ങൾ ഉറപ്പിക്കുന്നു. അവിടെ ആ കാര്യങ്ങൾ തുറന്നു പറയുക, സത്യസന്ധമായി പറയുക. അതുകൊണ്ട് നഷ്ടപ്പെടുന്ന ബിസിനസ് പോകട്ടെ. നിങ്ങളവിടെ സത്യസന്ധരാകുകയാണെങ്കിൽ അവിടെയാണ് മുന്നോട്ട് ഈ ബിസിനസ്സിന് പോകുവാൻ കഴിയുന്നത്. ഞങ്ങളുടെ അടുത്ത പരിചയമുള്ള ഒരാൾക്ക്, ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് ഒരു വീട് പണിയുമായി ബന്ധപ്പെട്ട് അതിന് ചുമതല ഒരു കോൺട്രാക്ടർ അതിലേക്ക് ഇൻവോൾവ് ചെയ്യുമ്പോൾ ആ കോൺട്രാക്ടറെ സജസ്റ്റ് ചെയ്തത് ഈ സാനിറ്ററി ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രോഡക്റ്റുകളെല്ലാം വിൽക്കുന്ന നമ്മുടെ ഒരു വിശ്വാസി തന്നെയാണ്. അപ്പം ആ വിശ്വാസി അത് സജസ്റ്റ് ചെയ്തു, ഈ ആളിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ നല്ലതാകും. ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ്? അത് കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇയാളെ വർഷങ്ങളായിട്ട് ഈ കോൺട്രാക്ടറെ ശ്രദ്ധിക്കുകയാണ്. ഇയാൾ കടയിൽ വന്ന് ഇയാളുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടി സാധനങ്ങൾ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് അയാൾ മേടിക്കുന്നത്. മറ്റു കോൺട്രാക്ടേഴ്സ് വന്ന് വളരെ വില കുറഞ്ഞ സാധനങ്ങൾ മേടിച്ചു കൊണ്ടുപോകുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇയാളോട് പറയും, ഈ കുറഞ്ഞ സാധനം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇത് മേടിക്കുന്നതെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ കസ്റ്റമേഴ്സിന് നല്ല ക്വാളിറ്റി കിട്ടണമെന്ന്
ആഗ്രഹിക്കുന്നു. ഈ കട നടത്തുന്ന വ്യക്തി തൻ്റെ അരികിൽ വരുന്ന കോൺട്രാക്ടറുടെ സമീപനം മനസ്സിലാക്കിയിട്ടാണ് ഈ പുതിയ ബിൽഡിങ്ങിൻ്റെ ഉത്തരവാദിത്വം അയാൾക്ക് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് ഞങ്ങളോട് നിർദ്ദേശിച്ചത്. അപ്പം ഞാൻ അന്നേരം ആ വ്യക്തിയെക്കുറിച്ച് എനിക്ക് ഹൃദയത്തിൽ പെട്ടെന്ന് ബോധ്യമുണ്ടായി. അയാൾ സത്യസന്ധമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി തയ്യാറാകുന്നു. കസ്റ്റമറിനെ കബളിപ്പിച്ച് അമിത ലാഭമുണ്ടാക്കുവാൻ വേണ്ടി തയ്യാറാകുന്നില്ല. അവിടെ ജ്ഞാനത്തോടു കൂടി ആയിരിക്കണം ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. എന്നാൽ കസ്റ്റമർ തൻ്റെ ഹൃദയത്തിലുണ്ട്. കസ്റ്റമറിന് നല്ലതുണ്ടാകണം എന്നുള്ള ഒരു ചിന്ത തൻ്റെ ഹൃദയത്തിലുണ്ട് എന്നത് അയാളുടെ സത്യസന്ധതയ്ക്ക് തെളിവാണ്. യേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ യേസ് തന്നെ ആയിരിക്കണം. നോ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നോ തന്നെ ആയിരിക്കണം. നിങ്ങൾക്കൊരു സ്വാധീനമുണ്ട്. ഈ ബിസിനസ്സിലൂടെ നിങ്ങൾക്കൊരു സ്വാധീനം ലഭിക്കും. ആ സ്വാധീനം നിങ്ങൾ ഒരിക്കലും നഷ്ടമാക്കരുത്. വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പാലിക്കാതിരിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വാധീനം നഷ്ടമാക്കുന്നതാണ്. പിന്നീട് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ ആരും തയ്യാറാകത്തില്ല. ഞാൻ ചിലരോടൊക്കെ സംസാരിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് പെട്ടെന്ന് ഇത് സ്പിരിറ്റിലങ്ങ് മനസ്സിലാകും. ഇവർ എല്ലാ സമയത്തും ഇത് മനസ്സിലാകത്തില്ല, ചില സമയങ്ങളിൽ എനിക്ക് മനസ്സിലാകും. ഇവർ പറയുന്നത് കള്ളമാണെന്ന് എനിക്ക് ആത്മാവിൽ മനസ്സിലാകും. പെട്ടെന്ന് എനിക്കങ്ങ് മനസ്സിലാകും അവർ പറയുന്നത് കള്ളമാണ്. ഒരാളോട് ഞാൻ ഫോണിൽ വിളിച്ച് ചോദിച്ചു, എവിടെ എത്തി? അത് ഞാനിപ്പോൾ ഈ വളവ് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു മണിക്കൂറിനുള്ളിൽ എത്തും. എനിക്ക് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് കള്ളമാണല്ലോ. ആ മനുഷ്യൻ വന്നില്ല. 1 മണിക്കൂറും 2 മണിക്കൂറും കഴിഞ്ഞ് വന്നില്ല. പിന്നെ വിളിച്ചപ്പോൾ അയാൾ ആ ഭാഗത്തെങ്ങും വന്നിട്ടേ ഇല്ലായിരുന്നു. അയാൾ വേറെ എവിടെയോ ആയിരുന്നു. എൻ്റെ ഒരു ആവശ്യം നടപ്പിലാക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാളിൽ നിന്ന് വരികയാണെങ്കിൽ, ആ പ്രൊപ്പറേറ്ററിൽ നിന്ന്, ഉടമസ്ഥനിൽ നിന്ന്, ബിസിനസ് നടത്തുന്ന വ്യക്തിയിൽ നിന്ന് വരികയാണെങ്കിൽ അയാളുടെ സ്വാധീനം പോകും. അയാളെ ആരും പിന്നെ ട്രസ്റ്റ് ചെയ്യാൻ തയ്യാറാകുകയില്ല. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 36-37 വാക്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിന്റെ തലയെ കൊണ്ട് സത്യം ചെയ്യരുത്, ഒരു രോമവും വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ നിനക്ക് കഴിയുകയില്ലല്ലോ. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പറയുന്നത് പാലിക്കണം. ഇതൊരു വലിയ മേഖലയാണ്. ഞാൻ ഈ വരുന്ന ദിവസങ്ങളിൽ കഴിയുമെങ്കിൽ കുറേ കൂടെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ മേഖലയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവരാകുന്നുവെങ്കിൽ, ഇതിൽ വിജയം നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ മേഖല ദൈവം നിങ്ങൾക്ക് തുറന്നു തരട്ടെ. ഒരു ജന്മവാസന നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരണം. ഒരു വലിയ വിജയം അവിടുന്ന് നിങ്ങൾക്ക് നൽകി തരുവാൻ പോവുകയാണ്. ഞാൻ ഒരു ചെറുപ്പക്കാരൻ്റെ അനുഭവം കേൾക്കുകയുണ്ടായി. ഇന്നത്തെ കാലത്ത് എല്ലാവരും കാനഡയിലും UK യിലും ഒക്കെ പോവുകയില്ലേ. അപ്പോൾ ഈ മോന് അവന് വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ അവനങ്ങനെ കാനഡയോ UK യോ ഒന്നും പോകുവാനുള്ള ആഗ്രഹമില്ല. എന്നാൽ ഈ ഇന്ത്യയിലൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ജോലി ലഭിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണല്ലോ. താൻ പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ യൗവനക്കാരനാണ്, 24-25 വയസ്സുള്ള യൗവനക്കാരന് പെട്ടെന്ന് കർത്താവ് ഒരു ബോധ്യം കൊടുക്കുകയാണ്. പ്ലാവ് നടുവാൻ വേണ്ടി തനിക്ക് കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലത്ത് വെറുതെ കിടക്കുകയായിരുന്നു. ആ സ്ഥലത്ത് പ്ലാവ് നടുവാൻ വേണ്ടി, ഇപ്പോൾ ഈ 3 വർഷം കൊണ്ടൊക്കെ ചക്ക കായ്ക്കുന്ന പ്ലാവുണ്ടല്ലോ, ആ പ്ലാവ് നടുവാൻ വേണ്ടിയുള്ള ബോധ്യം ലഭിച്ചു. അങ്ങനെ ആ സ്ഥലത്ത് ഇദ്ദേഹം 10, 20, 30 പ്ലാവുകൾ നടുകയുണ്ടായി. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഹാർവസ്റ്റ് ലഭിച്ചു. ആ ഹാർവസ്റ്റ് ലഭിക്കുമ്പോഴും ചക്ക ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ആ ചക്ക അത് ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ അത് സൂപ്പർ മാർക്കറ്റുകളിൽ വിൽക്കുകയുണ്ടായി. 2-ാം പ്രാവശ്യം ചക്ക ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ തനിക്ക് ഹൃദയത്തിൽ ബോധ്യം ലഭിച്ചു അത് ആ ചക്ക ഉപ്പേരിയാക്കി വിൽക്കണമെന്ന്. 3-ാം പ്രാവശ്യത്തെ ഹാർവസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ തനിക്ക് ബോധ്യം ലഭിച്ചു ചക്ക അതിൻ്റെ ചുളയെടുത്തതിന് ശേഷം അത് ഉണക്കി പൊടിയാക്കിയിട്ട് വിൽക്കണമെന്ന്. വിവിധ നിലകളിൽ തനിക്ക് ബോധ്യം ലഭിക്കുകയാണ്. തൻ്റെ ആ മേഖല, ഫാമിംഗ് മേഖലയിൽ ഒരു വലിയ വിജയമുണ്ടായി. പത്രങ്ങളിൽ വരെ തൻ്റെ ഫാമിങ്ങിലുണ്ടായ വിജയത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നു. തനിക്ക് അത് മുഖാന്തരം നന്മയുണ്ടായി. ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ആ ഫാമിംഗ് പ്രയോജനപ്പെട്ടു. ഏതൊക്കെ മേഖലകളാണ് നിങ്ങൾക്ക് സാധ്യതകളായി കിടക്കുന്നതാണ്, ആ മേഖലകളിൽ നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയും. വചനാടിസ്ഥാനത്തിൽ നിങ്ങൾ ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ
അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾ മാത്രമല്ല, അനേകർ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. മാത്രവുമല്ല, ദൈവസഭ അനുഗ്രഹിക്കപ്പെടും. ദൈവരാജ്യ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ഉപകാരികളായി തീരും. ദൈവമേൽപ്പിച്ചിരിക്കുന്ന ആ താലന്തുകളെ കൃത്യമായിട്ട് വ്യാപാരം ചെയ്യുവാൻ അവസരം ലഭിക്കും. അത് മുഖാന്തരമായിട്ട് കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ നല്ലവനും വിശ്വസ്തനുമാകുന്ന ദാസനെ, അത് പ്രസംഗിക്കുന്നവർക്ക് മാത്രം കേൾക്കുവാനുള്ളതല്ല. അത് നിങ്ങളെ ദൈവം ഈ ഭൂമിയിൽ ആക്കിയപ്പോൾ എന്ത് ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ ഈ ഭൂമിയിലാക്കിയത്, അതിലെല്ലാം നിങ്ങൾ വിജയികളായി തീരുകയാണ് എങ്കിൽ, നിങ്ങൾ ബിസിനസ് ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ ഈ ഭൂമിയിൽ ആക്കിയിരുന്നത്. ആ മേഖലയിൽ നിങ്ങൾ വിജയിയായി, വചനാടിസ്ഥാനത്തിൽ ആ മേഖലയിൽ നിങ്ങൾ വിജയിയായി തീരുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ചെല്ലുന്ന സന്ദർഭത്തിൽ നല്ലവനും വിശ്വസ്തനുമാകുന്ന ദാസനെ എന്ന് നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. ആ അത്ഭുതകരമാകുന്ന സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സമർത്ഥമാകുന്ന ആശീർവാദങ്ങളാൽ നിറയ്ക്കണം, ജ്ഞാനാത്മാവിനാൽ നിറയ്ക്കണം കർത്താവേ. ഒരു വ്യാപാരം തുടങ്ങുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാകുന്നു എങ്കിൽ ഇവരെ ജ്ഞാനാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ കൃത്യമായി എടുക്കുവാൻ ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കണം. ഇപ്പോൾ തന്നെ വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്നവരാകുന്നു എങ്കിൽ, ബിസിനസ്സിലായിരിക്കുന്നവരാകുന്നു എങ്കിൽ അവിടെ ഈ പ്രിയപ്പെട്ടവർക്ക് വിസ്ഡം കൊടുക്കണം കർത്താവേ. ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായിക്കണം കർത്താവേ. തകർച്ചകൾ വരരുത്, കടബാധ്യതകൾ വരരുത്. അവർക്ക് ആത്മാർത്ഥതയോടുകൂടി അവരുടെ ദൗത്യങ്ങൾ ചെയ്യുവാനുള്ള ദൈവിക ജ്ഞാനത്തെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരുടെ ബിസിനസ്സുകൾക്ക് വിരോധമായുള്ള സകല ശക്തികളും തകർന്നു മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ ബിസിനസ്സിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കർത്താവേ ആ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കണമേ. എന്തിലേക്ക് പ്രവേശിക്കണമെന്നുള്ള മാർഗനിർദ്ദേശം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. അത്ഭുത വഴികളെ തുറക്കുന്നതിനായി സ്തോത്രം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും യേശു തൊടുന്നു. നിങ്ങളുടെ ശരീരത്തിലുള്ള രോഗബാധകൾ വിട്ടുപോകട്ടെ, വേദനകൾ അപ്രത്യക്ഷമാകട്ടെ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. യേശുവിൻ നാമത്തിൽ കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ അസ്ഥി സംബന്ധമാകുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ ഡയബറ്റീസ്, കഠിനമാകുന്ന നിലയിൽ ഡയബറ്റീസ് വർദ്ധിച്ചിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ, ഇപ്പോൾ ഡയബറ്റീസ് രോഗം ശരീരം വിട്ടു പുറത്തു പോകട്ടെ. സൗഖ്യം സ്വീകരിക്കുക. രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അങ്ങ് അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മഹാത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങയ്ക്ക്. വിവാഹം വൈകിപ്പോകുന്ന ആരോ ഈ ശബ്ദം കേൾക്കുന്നു. യേശുവിൻ നാമത്തിൽ കർത്താവേ, ആമേൻ, വേഗത്തിൽ തന്നെ ഈ മകളുടെ വിവാഹം നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആ വൈകിപ്പിക്കലുകളെ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങയ്ക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ എപ്പിസോഡ് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മനസ്സ് കാണിക്കണം. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.